ശരി, ഇന്നിപ്പോൾ നമ്മൾ മനോഹരമായൊരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് മുൻപും ശേഷവും എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. ഒരു ജനതയുടെ ആത്മാഭിമാനത്തിൻ്റെ വിളംബരമായിരുന്നു 1888 ആ ശിവരാത്രി. ജാതിയുടെ വൻമതിലുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരു വിപ്ലവത്തിൻ്റെ വിത്തുപാകിയ പുണ്യഭൂമി. അരുവിപ്പുറം ശിവക്ഷേത്രത്തിൻ്റെയും അവിടുത്തെ ശാന്തമായ ആശ്രമത്തിൻ്റെയും വിശേഷങ്ങളിലേക്ക്. ശാന്തമായി ഒഴുകുന്ന നെയ്യാർ. ഈ ആഴങ്ങളിൽ നിന്നാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം പരിവർത്തനത്തിൻ്റെ ഊർജം സ്വീകരിച്ചത്. അധസ്ഥിത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനം അനുവദനീയമല്ലാതിരുന്ന കാലത്ത് അവർക്ക് പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ക്ഷേത്രം വേണമെന്ന ആവശ്യത്തിന് ശ്രീനാരായണ ഗുരു നൽകിയ മറുപടിയാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. വരേണ്യവർഗത്തിനു മാത്രം അവകാശപ്പെട്ട വിഗ്രഹപ്രതിഷ്ഠ എന്ന ആചാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിനായി നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ മുങ്ങിയെടുത്ത ശിലയുമായി ഗുരു അരുവിപ്പുറത്ത് ആദ്യ ശിവപ്രതിഷ്ഠ നടത്തി. വിഗ്രഹപ്രതിഷ്ഠയെ ചോദ്യം ചെയ്തെത്തിയ സവർണ കൂട്ടങ്ങളോട് ഇത് നമ്മുടെ ശിവനാണ് എന്ന ഗുരുവിൻ്റെ ലളിതമെങ്കിലും അർത്ഥവത്തായ മറുപടി നൂറ്റാണ്ടുകളായുള്ള അനാചാരങ്ങളുടെ വേരറുത്തു. അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ കുറിക്കപ്പെട്ട ആ വരികൾ ഇന്നും ലോകത്തിന് വഴികാട്ടുന്നത് മാനവികതയുടെ മഹാമന്ത്രമാണ്. സവർണ മേധാവിത്വം കൊടികുത്തി വാണിരുന്ന കാലത്ത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന ഗുരുവിൻ്റെ ആശയം സംസ്കൃത വിദ്യാലയ നിർമ്മാണത്തിലൂടെ പ്രാവർത്തികമാക്കിയ ഒരിടം കൂടിയാണ് അരുവിപ്പുറം ക്ഷേത്ര പരിസരം. ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഉടനെ തന്നെ നിർമ്മിച്ചത് വിദ്യാലയമായിരുന്നു, സംസ്കൃത വിദ്യാലയം. അന്ന് 3ാം ക്ലാസ് വരെ സംസ്കൃത വിദ്യാലയം പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ പ്രഥമ അധ്യാപകൻ എന്ന് പറയുന്നത് മഹാകവി കുമാരനാശാണ്. അതേപോലെ തന്നെ ശിവലിംഗദാസ സ്വാമികൾ അവിടുത്തെ ആദ്യത്തെ അധ്യാപകരാണ് ഇവർ രണ്ടുപേരും. ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ കണ്ടുവരാറുള്ള വലിയ ഗോപുരങ്ങളോ കരിങ്കൽ ഭിത്തികളോ കൊത്തുപണികളോ ഇവിടെ കാണാൻ കഴിയില്ല. ഉപദേവനായി ഗണപതി പ്രതിഷ്ഠ ഒഴിച്ച് മറ്റ് പ്രതിഷ്ഠകളൊന്നും ഇവിടെയില്ല. ക്ഷേത്രത്തിന്റെ തെക്ക് വശത്ത് കാണുന്ന കെട്ടിടത്തിലാണ്, അവിടെയാണ് ഗുരു വിശ്രമിച്ചിരുന്നത്. ഗുരുവിൻ്റെ കട്ടില്, കസേര, അതുപോലെ വടി ഒക്കെ ഇപ്പോഴും അവിടെയുണ്ട്. അവിടെയാണ് ദിവസവും രാവിലെ 5 മണിക്ക് തുറന്ന് പൂജ, ഗുരുപൂജയൊക്കെ നടത്തുന്നത്. അതേപോലെ തൊട്ടടുത്ത മുറിയാണ് ഭൈരവൻ ശാന്തി സ്വാമികളുടെ, ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാൾ. അതോടൊപ്പം തന്നെ അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് കുമാരനാശാൻ താമസിച്ചിരുന്ന ആ കെട്ടിടത്തിൻ്റെ അങ്ങ് കിഴക്കേ അറ്റത്തെ കൊച്ചുമുറിയിലാണ് ആശാൻ താമസിച്ചിരുന്നത്. ആ വരാന്തയിൽ ഇരുന്നു കൊണ്ടാണ്, അവിടെ ഒരു കിണറുണ്ട്, ആ കിണറിനെ നോക്കിക്കൊണ്ടാണ് ചണ്ഡാല ഭിക്ഷുകി എന്നുള്ള കൃതി ആശാൻ രചിച്ചത് എന്ന് പറയപ്പെടുന്നു. കൂടാതെ ഒരു മയിൽ വാഹനമുണ്ട്, മയിലിൻ്റെ ഒരു ശില്പമാണ്. അത് തിരുവനന്തപുരത്തുള്ള മരിയൻ ചട്ടമ്പി എന്ന് പറയുന്ന ഒരു ക്രിസ്തുമത ഭക്തനാണ് ഗുരുവിന് സമർപ്പിച്ചത്. അതേപോലെ തന്നെ ഇവിടെ 2 പ്രായശ്ചിത്ത കിണറുണ്ട്. ഗുരുവിൻ്റെ ഒരു ഭക്തൻ രാമൻ കോൺട്രാക്ടർ പ്രായശ്ചിത്തമായിട്ട് നിർമ്മിച്ചു കൊടുത്ത കിണറാണ്. ക്ഷേത്രമുറ്റത്തെ ഈ പ്ലാവിൻ ചുവട് കേവലമൊരു മരമല്ല. 1903 SNDP യോഗമെന്ന വിപ്ലവ സംഘടനയുടെ രൂപീകരണത്തിന് വിത്തുപാകിയ ചർച്ചകൾക്ക് തണലേകിയത് ഈ പ്ലാവിൻ ചുവടാണ്. ഗുരു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇരുന്നിരുന്ന ഇടം. ഇവിടെ വെച്ചാണ് കുമാരനാശാനെ പോലെയുള്ള പ്രതിഭകളെ ഗുരു ലോകത്തിന് നൽകിയത്.
പ്രകൃതിയും ആത്മീയതയും വിപ്ലവവും ലയിച്ചു ചേർന്ന ഈ മരത്തണലിൽ ഇന്നും ഓരോ ഭക്തനും ഒരു ഗുരുസാന്നിധ്യം അനുഭവിക്കുന്നു. നെയ്യാറിലെ ആഴങ്ങളിൽ നിന്ന് ഗുരു മുങ്ങിയെടുത്ത ആ ശില അന്ന് ചോദ്യം ചെയ്തത് മനുഷ്യൻ്റെ ജാതിബോധങ്ങളെയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇതേ മണ്ണിൽ വിശപ്പിനായി കൈനീട്ടിയ മധുവും നീതുവിനെ പ്രണയിച്ച കെവിനും ഒടുവിലിത ഡോക്ടറാകാൻ സ്വപ്നം കണ്ട നിതിൻ രാജും ജാതിവെറിയുടെ ഇരകളാകുമ്പോൾ വേട്ടക്കാരുടെ കുപ്പായത്തിൽ ആരാണ്? അരുവിപ്പുറം വിഭാവനം ചെയ്ത സമത്വമെന്ന ആശയം കേവലം ശിലാപ്രതിഷ്ഠയിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ മനസ്സിലും ആ വെളിച്ചം ജ്വലിച്ചു നിൽക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ അനീഷ് മലയങ്കിഴിനൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.